തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ KSRTC ബാരിക്കേഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും. PWD റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ചെന്നാരോപിച്ചാണ് സ്വകാര്യ ബസ് തൊഴിലാളികളുടെ പ്രതിഷേധം. ബാരിക്കേഡ് വെച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾക്ക് ഓടാനാകുന്നില്ലെന്ന് തൊഴിലാളി പ്രതിനിധികൾ പറയുന്നു. CITU അടക്കമുള്ള സംഘടനകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിലെ നോർത്ത് ബസ് സ്റ്റാൻഡിൽ ഇന്നലെയാണ് ഇങ്ങനെ ഒരു ഡിവൈഡർ ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഇന്നലെ വരെ, മിനിഞ്ഞാന്ന് വരെ പ്രൈവറ്റ് വാഹനങ്ങൾക്കും ഈ വഴിയിൽ നിർത്താൻ സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് KSRTCക്ക് മാത്രമായി ഇങ്ങോട്ട് പ്രവേശനം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ഡിവൈഡർ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനെതിരെ പ്രൈവറ്റ് ബസ് തൊഴിലാളികളും യൂണിയനുകളും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ തങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്ന ഈ റോഡിൽ കഴിഞ്ഞ ദിവസം വരെ തങ്ങൾക്ക് പ്രവേശനമുണ്ടായ റോഡിൽ ഇന്ന് തങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. ഇത് PWD റോഡാണ്, KSRTCക്ക് അവകാശപ്പെട്ട റോഡല്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് തൊഴിലാളികൾ ഇന്ന് പ്രതിഷേധിക്കുന്നത്. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ഇതിലേക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നതിന്റെ കാരണം? 93 മുതൽ ഞങ്ങൾക്കൂടെ അർഹതപ്പെട്ട ബസ് സ്റ്റോപ്പാണിത്. ഈ ബസ് സ്റ്റോപ്പിനകത്ത് KSRTCയുടെ റോഡ് അല്ല ഇത് PWD റോഡാണ്. ഈ റോഡിൽ അനധികൃതമായിട്ട് 2016 ബാരിക്കേഡ് വെച്ചു. അതിനെതിരെ അപകടമരണം വർദ്ധിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടർ, ബഹുമാനപ്പെട്ട DGP ഉൾപ്പെടെ തീരുമാനമെടുത്ത് ഇത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞതാണ്. അത് പൊളിച്ചു മാറ്റിയ ശേഷം വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇവർ ടെമ്പററി ആയിട്ട് കുറെ ക്യാപ്പ് ഇട്ട് വെച്ചു. അന്ന് മുതൽ ഞങ്ങൾ ഇതിനെതിരെ പോരാടുന്നുണ്ട്. ഇപ്പോൾ ഈ ബാരിക്കേഡ് അങ്ങ് അറ്റം മുതൽ ഇങ്ങേ അറ്റം വെച്ചിരിക്കുകയാണ്. അതായത് ഇത് PWD റോഡാണെന്ന് വ്യക്തമായ രേഖ എൻ്റെ ഉണ്ട്. ഈ റോഡിന് PWD റോഡാണെന്നുള്ള പോരം ഇവർക്ക് ഈ ഇരിക്കുന്ന ഫുട്പാത്തിന്റെ പിൻഭാഗത്തായിട്ട് 75% പതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് സ്ഥലം മാത്രം വെച്ചു, റോഡ് വെച്ചു കൊടുത്തിട്ടില്ല. റോഡ് പതിച്ചു കൊടുക്കില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും PWD റോഡ് KSRTC ആർക്കും പതിച്ചു കൊടുക്കില്ല, ഫുട്പാത്ത് പതിച്ചു കൊടുക്കില്ല. ഈ റോഡിൽ ഇപ്പോൾ ഒരു യാത്രക്കാർക്കും കയറി ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു അപകടം വീണ്ടും വർദ്ധിക്കുന്നത് ഈ ഇരിക്കുന്ന സീബ്ര ലൈൻ ഉൾപ്പെടെ മറച്ചുകൊണ്ട് ഇവർ ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ്. ആരുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്? ബഹുമാനപ്പെട്ട മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കളക്ടർ അറിഞ്ഞിട്ടുണ്ടോ? ഈ ബഹുമാനപ്പെട്ട കളക്ടർ ഈ മാസം 12 ഞാൻ എൻ്റെ ലെറ്റർ അദ്ദേഹത്തെ കൊടുത്തതാണ്. മാഡത്തിനുണ്ട് ഞാൻ കൊടുത്തതാണ്. ഇങ്ങനെ പ്രശ്നമുണ്ട്, പരാതി ഉണ്ടെന്ന് പരിഗണിക്കാമെന്ന് പറഞ്ഞു. ADM കൊടുക്കാൻ അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഞങ്ങൾ പരാതി പറഞ്ഞു. ഇന്ന് വരെ ഞങ്ങളെ വിളിക്കുക പരിഹാരം കാണുകയോ ചെയ്യാതെ കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നേരം എടുത്തപ്പോഴത്തേന് ഫുൾ ബാരിക്കേഡ് രാത്രി കെട്ടിടച്ചിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് മുതൽ നിങ്ങൾ ഇവിടുന്ന് ആളുകളെ കയറ്റിയതാണ്? മെനഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരുന്നതാണ്. ഇത് 93 മുതൽ ഈ 93 ഞങ്ങൾ കൂടെ അവകാശപ്പെട്ട ബസ് സ്റ്റോപ്പാണ്. ഇവർക്ക് 2008 പതിച്ചു കൊടുത്തു, 2016 ബാരിക്കേഡ് വെക്കുന്നു. ഈ ബാരിക്കേഡ് വെക്കുന്ന ആരുടെ അധികാരം? ഈ റോഡ് ഫണ്ട് ബോർഡ് അവർ അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ റോഡ് സേഫ്റ്റി അറിഞ്ഞില്ല എന്ന് പറയുന്നു. PWD അറിയുന്നില്ല. പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി? അതോറിറ്റി ആരുടെ ഉത്തരവാദിത്തം? KSRTC ഇതിന്റെ എല്ലാ രേഖ, ഈ പൂർണ്ണമായ രേഖകൾ എന്തെങ്കിലും ഉണ്ട്? അതായത് ഇവർക്ക് കൊടുത്ത പട്ടയത്തിന്റെ രേഖ, ഇവർക്ക് പതിച്ച പട്ടയത്തിന്റെ രേഖ, ഈ ഇരിക്കുന്ന റോഡിന്റെ PWD ഒരു ഭാഗം പോലും പതിച്ചു കൊടുത്തില്ല രേഖകൾ, ഇവർക്ക് കൊടുത്ത സ്കെച്ചും പ്ലാനും, സർവർ, ഈ ഇരിക്കുന്ന ഷെൽട്ടർ 1.25 കോടി രൂപയ്ക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണിത് കൊടുത്താൽ എന്തിനു വേണ്ടിയെന്നാണ്? പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ KSRTC സർവീസും വിടുന്നില്ല, എല്ലാ പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതൽ. പ്രൈവറ്റ് ബസ്സിൽ ഞങ്ങൾ ന്യായമായ ഒരു സംശയം ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഭീമാപ്പള്ളിയിൽ നിന്ന് ഒരു പാസഞ്ചർ കയറി, അയാൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ എവിടെ ഇറക്കണം? അവരെവിടെയാണ് ഇറങ്ങേണ്ടത്? ഒരു മനുഷ്യന്റെ മൗലിക അവകാശത്തെ കനിക്കുന്ന തരത്തിലാണ് ഈ തരത്തിൽ ബാരിക്കേഡ് വെച്ചാൽ ഇത് ആരുടെ ഉത്തരവാണ്? ഞങ്ങൾ ചോദിച്ചപ്പോൾ ശങ്കരാടിയുടെ രേഖ പോലെയാണ്. ഒരു തരത്തിലും ഒരാളിനോട്, ഫോർട്ട് AC ചോദിച്ചപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ വരണം എന്നുള്ള നിലയിൽ അദ്ദേഹം വന്നത്. RTO ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവരറിഞ്ഞിട്ടില്ല. ആരും അറിയാതെ PWD ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല. ഏകപക്ഷീയമായി പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ അവരങ്ങ് തീരുമാനിക്കുകയാണ്. അനത് ഈ തമിഴ്നാട്ടിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അധസ്ഥിത വർഗത്തിൽപ്പെട്ടവർ കുറെ ദളിതർ കിഴക്കരുത് പറഞ്ഞ് കുറെ ആൾക്കാർ മതിൽ കെട്ടി അടച്ചിട്ടുണ്ട് വഴികളിൽ. അതുപോലെയാണ് KSRTC തമ്പുരാക്കന്മാരും പാവപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് പ്രൈവറ്റ് ബസ്സുകാരും. അവർ ഇഷ്ടം പോലെ മതിൽ കെട്ടിയങ്ങ് അടച്ചു. ഇപ്പൊ ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്? ഇത് മുതലാളിമാരുടെ സംഘടന, മുതലാളിമാരുടെ കോർഡിനേഷൻ കൺവീനറാണ് പുള്ളി. ഞാൻ CITUവിന്റെ തൊഴിലാളി ബസ് ഫെഡറേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പ്രസിഡന്റുണ്ട്. ഞങ്ങളെ തൊഴിലാളികൾ അവർക്ക് ജീവിക്കണം. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം നഷ്ടപ്പെടുകയാണ്. 200-ലധികം തൊഴിലാളികൾ ഇവിടെ മാത്രം, ഈ സിറ്റിയിൽ മാത്രം ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അവർ പട്ടിണിയാവുകയാണ്. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? അതുകൊണ്ട് തൊഴിലാളികൾ ഇതിനൊരു തീരുമാനമെടുക്കുന്നവരെ ഞങ്ങൾ പണിമുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യൂണിയന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ബസ് ഓണർമാരും അത്തരം തന്നെ വാഹനം എടുക്കണ്ട എന്നൊരു തീരുമാനമെടുത്തു എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്.
നോട്ടീസ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ രേഖകളും കൈവച്ചുകൊണ്ടാണ് സമരത്തിനിറങ്ങിയത്. പൂർണ്ണമായും, അതായത് ഈ 2016 പൊളിച്ചു മാറ്റാൻ കൊടുത്ത റിപ്പോർട്ടുണ്ട്, അവരുടെ പട്ടയമുണ്ട്, അവർക്ക് കൊടുത്ത സ്കെച്ചും പ്ലാനും ഉണ്ട്. ഇവിടെ എല്ലാം അവരുടെ സ്കെച്ച് പ്ലാൻ ഉൾപ്പെടെ ഉണ്ട്. അവർക്ക് കൊടുത്ത സ്കെച്ചും പ്ലാനും, അവരുടെ റിപ്പോർട്ട്, റോഡ് ഫണ്ട് ബോർഡിന്റെ പേപ്പർ. തഹസീൽദാർ പ്രത്യേകം പറയുന്നുണ്ട്, വേണമെന്ന് പ്രത്യേകം ഈ ഇരിക്കുന്ന ഒരു ഭാഗം പോലും KSRTC വഹിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഇരിക്കുന്ന വ്യക്തമായ രേഖകൾ ഞങ്ങളുടെ വെച്ചിട്ട് അനധികൃതമായി ഈ ബാരിക്കേഡ് വെച്ചത് ആരുടെ ഉത്തരവോടുകൂടി അത് വ്യക്തമായി ഞങ്ങൾ മനസ്സിലാക്കാത്തോടത്തോളം കാലം ഞങ്ങൾ ഈ സമരത്തിൽ പോകില്ല. ഇനി ഇവിടെ കിടന്ന് മരിച്ചാലും പോകില്ല. അത് തന്നെയാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ്, CITU പോലുള്ള തൊഴിലാളി സംഘടനകളും പറയുന്നത്. KSRTCയുടെ ഏകപക്ഷീയമായ നിലപാടിനെതിരെ, നടപടിക്കെതിരെ തങ്ങളുടെ സമരം തുടരും തന്നെയാണ് പറയുന്നത്. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം സുഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.